മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനാണോ അതോ വി ശിവൻകുട്ടിക്കാണോ ജനസ്വാധീനമുള്ളത്? അല്ല, ഈ ജനസ്വാധീനം എന്നൊക്കെ പറയുന്നത് രണ്ട് തരത്തിലാണ്. കാരണം വലിയ ജനകീയനായി വർഷങ്ങളായി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, വി ശിവൻകുട്ടി തന്നെയാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ആ മണ്ഡലത്തിലെ ആളാണ്. ആ മണ്ഡലത്തിൽ സജീവ പ്രവർത്തകനാണ്. അവിടുത്തെ രാഷ്ട്രീയത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അങ്ങനെ ആ ഒരു തരത്തിലുള്ള ജനകീയതയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ജനകീയത ഒരു സ്റ്റഡിയാണ്. അവിടെ ഒരു വലിയ വ്യത്യാസം വരുന്നില്ല. ഈ ഒരു 3% വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ BJPയുടെ വോട്ട് അങ്ങനെയല്ല. BJP 37% ഞാൻ പറഞ്ഞ പോലെ 2011 ആ 37% 47% വരെ കയറുകയും തിരിച്ച് 39-ലേക്കോ 38-ലേക്കോ ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം ഈ വേരിയേഷൻ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന്റെ വോട്ട് അനുസരിച്ച് മാത്രമാണ്. അവിടെ UDFന്റെ വോട്ട് കൂടുമ്പോൾ BJPക്ക് വോട്ട് കുറയുന്നുണ്ട്. UDFന്റെ വോട്ട് കുറയുമ്പം ആ വോട്ട് കൂടുന്നത് BJPക്കാണ്. അവിടെ ആ വ്യത്യാസം കാര്യമായിട്ട് വരുന്നത് എപ്പോഴും BJP കോൺഗ്രസ് ആണ് അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത്. വോട്ടിൻ്റെ ശതമാനത്തിലായാലും വോട്ടിൻ്റെ എണ്ണത്തിലായാലും ഒക്കെ വരുന്നത് അവിടെയാണ്. അപ്പം ഈ ശിവൻകുട്ടി ഇത്രയും 3 തെരഞ്ഞെടുപ്പിലോ 4 തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും അദ്ദേഹത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വലിയ തരത്തിൽ അദ്ദേഹം തോക്കുമ്പോഴും തകരുന്നില്ല, ജയിക്കുമ്പോഴും വലിയ ഭൂരിപക്ഷം വലിയ വോട്ടിംഗ് ശതമാനം നേടുന്നൊന്നുമില്ല.